ഹലോ, ഇന്ന് നമുക്ക് ഒരു അടിപൊളി മലബാർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് എടുത്ത് നന്നായി വാഷ് ചെയ്ത് വെച്ചു. എന്നിട്ട് 6 ഇരട്ടി വെള്ളം എടുത്തിട്ട് അത് നന്നായി ചൂടായി വരുമ്പം 2 കഷ്ണം സിനമൺ, 10 ഗ്രാമ്പും കുറച്ച് ഉപ്പും ചേർക്കാം. വെള്ളം നല്ല തിളച്ച് വരുമ്പം കഴുകി വെച്ച അരിയും കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഒരു 5 ഏലക്കായ പൊടിച്ചതും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. ചോറ് നല്ല വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കണം. ഇനി മസാലയ്ക്കായിട്ട് 6 പച്ചമുളക്, 30 അല്ലി വെളുത്തുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അടുത്ത നമുക്ക് 3 സവാള നൈസായിട്ട് അരിയണം. മസാല പ്രിപ്പയർ ചെയ്യാൻ ഒരു വലിയ പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതിലോട്ട് 5 ഏലക്കായ്, 2 കഷ്ണം സിനമൺ, 10 ഗ്രാമ്പും ഇട്ട് ചൂടായി വരുമ്പം അരിഞ്ഞു വെച്ച സവാള ചേർത്ത് വഴറ്റണം. ഇനി ഇതിലോട്ട് നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വേറൊരു പാനിൽ 3 സവാള തിന്നായിട്ട് അരിഞ്ഞ് എണ്ണയിൽ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. നേരത്തെ മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്തിട്ട് 1 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം. ചിക്കൻ ഒരു 3/4 വേവിലായി കഴിയുമ്പം അതിലോട്ട് 1 കപ്പ് തൈര്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, കുറച്ച് പുതിനയും മല്ലിയിലയും അരിഞ്ഞു വെച്ച് 2 തക്കാളിയും ചേർത്ത് പതുക്കെ മിക്സ് ചെയ്യണം. എന്നിട്ട് തുറന്നു വെച്ച് കുറച്ചുകൂടെ വേവിച്ചെടുക്കണം. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് ഗ്രേവി നമുക്ക് മാറ്റി വെക്കാം. ഓൾമോസ്റ്റ് 1 കപ്പ് ഗ്രേവി മാറ്റിയിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഒരു 3/4 പോർഷൻ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി വേവിച്ച് വെച്ച പകുതി ചോറ് ഈ മസാലയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ഗ്രേവി കുറച്ച് ഒഴിക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് മല്ലിയില, പിന്നെ ഫ്രൈ ചെയ്ത കുറച്ച് ഉള്ളിയും ഇടണം. ഇനി അതിന് മുകളിലോട്ട് ബാക്കി ചോറും കൂടെ ഇട്ട് സെയിം പ്രോസസ്സ് ചെയ്യണം. ബാക്കി ഗ്രേവിയും കുറച്ച് നെയ്യും ഉള്ളിയും മല്ലിയിലയും ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മലബാർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അപ്പം നമ്മളിത് കഴിക്കാൻ പോവാം. നമ്മളിത് പപ്പടവും സാലഡും മിന്റ് ചട്നിയും വെച്ചാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.